സെക്കാത്ത പൈസ മേടിക്കാൻ വന്നതാ. അടുത്ത ബ്ലോഗറാണ് ഗൈസ്. താങ്ക് യു ബ്രോ. ഇവര് പറയുന്നത് ഞാൻ ഞരമ്പ് കുറിച്ചതാണ്. കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ലൊരു ഫീലാണ് ഗൈസ്. ജീവൻ സാത്തീർ ആയിസേൻ കുനിയിലൗക്കാന്റെ മോളായി നീ. സത്യ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കാണുന്നെല്ലാം. क्या हाल है? मेरा नाइबर्स है. अच्छा है. छोटा किधर है? ഹായ് ഗായ്സ്, ഇതാണ് ദർ അൽസായി. ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ചിട്ടുള്ള പരിപാടികളാണ്. 10 മുതൽ 18 വരെ ഉണ്ട്. 3 to 11. ഞങ്ങൾ എത്ര മണിക്ക് ഏകദേശം എല്ലാം ക്ലോസ് ആയിരിക്കും. ഇവിടെ കുറേ ഖത്തറിൻ്റെ ട്രഡീഷണൽ കാഴ്ചകളും പിന്നെ ഇലൂഷനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ക്ലോസ് ആയി. കുറച്ച് സ്ക്രീനിൽ ഭയങ്കര സംഭവങ്ങളെല്ലാം എല്ലാം ക്ലോസ് ചെയ്ത് വായനോനിയാകും. പിന്നെ നാച്ചിക്ക് ചായ കൊണ്ടത് ബാക്ക്. ചായ ചായ കോഫി ഇവിടെ ഇവിടെ കോഫി കോഫി. അല്ലാ കുനിയിലൊക്കെ ഡാൻസ്. പിന്നെ ഇവിടെ നമ്മൾ തന്നെ ചിത്രം വരച്ച് അവിടെ ഒരു ഇതുണ്ടാവും. ആ ചിത്രം വരച്ചത് അവരൊരു സ്ക്രീനിലിട്ടിട്ട് നല്ല 3D ആയിട്ട് കാണിച്ചു തരും. കുട്ടികൾക്കെല്ലാം സംഭവങ്ങൾ അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ 3 മണിക്ക് ശേഷം പറഞ്ഞാൽ കുറച്ച് ക്യൂ നിൽക്കേണ്ടി വരും. നെഹ്റൂസ് കുബൂസ് അടിച്ചു മാറ്റിൻ്റെ പരിപാടിയാണ് ഗൈസ്. സെക്കാത്ത പൈസ മേടിക്കാൻ വന്നതാ. ഇവിടെ ട്രഡീഷണലായി കാവ കാച്ചുന്ന സീനാണ്. ഇങ്ങനെ ചൂടുള്ള കണലിൽ ഇങ്ങനെ വെച്ചിട്ട് കാത്തൽ വെച്ചിട്ട് ഇവിടെ കുറേ മജ്ലിസൊക്കെ ഉണ്ട്. ഇത് ഫാൽക്കൺ ബേർഡാണ്, കണ്ണ് കെട്ടിക്കിടക്കാനാണ്. ഇത് ഹണ്ടിങ് ബേർഡ്സ് ആണ്. പിടിക്കാനാവൂല. ഇവിടെ കാഴ്ചകളുടെ രാജകുമാരൻ പരുന്തൊക്കെ ഉണ്ട്. ഒരുപാട് പരുന്തും ഫാൽക്കനൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. അറബികളൊക്കെ അതിനെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പ്രാവിനെ അടിപൊളി ചിരിക്കുന്ന കൊത്തു. ഇപ്പോ നെസുവാട് നെസുവ നിക്ക് ഇങ്ങോട്ടോ കഴിച്ചു. നെസുവ നേസ് ഇവിടെ ഇവിടെ. ഓ ആ കിട്ടി പൊളിച്ച്. ആ മതി. ഇറച്ചി തിന്നുകയാണ് ഗൈസ്. ഇറച്ചി കുത്തി പറിക്കുകയാണ് ഗൈസ്. What is that? Dogga? Dogga? Hunting dog? 2 തലയൊന്നല്ല, 2 ഡോഗാ. അത് ഹണ്ടിങ് ഡോഗാ. അടിപൊളിയായി. ഞാൻ കാണാൻ നല്ല ഫ്രെയിമിൽ നല്ല ലുക്ക് ഉണ്ട്. കൊഞ്ചായിക്കണ്ടല്ലോ, ഒന്ന് മെലിഞ്ഞിക്കണ്ടല്ലോ. നംസഞ്ഞി എന്താണ് അഭിപ്രായം? ഇപ്പം ഇനി ബഹ്റൈനിൽ പോന്നെ ഉറപ്പിച്ചതാ? ഞാനെടുത്ത് പോന്നാലോ? ഞാനില്ല. ഇതൊന്നുമില്ല, ഇതെല്ലാം കഴിഞ്ഞതാ. देख सकते हैं भाई.
मैं ओपन करेगा ओके हाँ थोड़ा खोलेगा तो अच्छा है यार यूट्यूब के लिए भाई यूट्यूब के लिए थोड़ा नहीं ये नहीं देखेगा तो अच्छा होएगा कुनाफे ഇത് വേണോ ആ ഐസ്ക്രീം എന്ന് ഉണച്ചേർക്കുന്ന എസ് ബി മോനും എന്നാ ആ ഇവിടെ ഇത് അടിപൊളി ഐസ്ക്രീം ഇതാണ് കോഫി വണ്ടിയിൽ ലൈവായിട്ട് കോഫി കൊടുക്കുന്നതാണ് ഗൈസ് ഇതാണ് കോഫി വാത്ത് വണ്ടിയിൽ കോഫി മെഷീൻസ് ആണ് ഗൈസ് വരുന്ന നോക്കുന്ന സ്ഥലമാണ് ആൾക്കാരെല്ലാം റാബിറ്റ് ഇങ്ങനെ ചൂടിൽ കോഫി വെക്കുന്നതാണ് ഗൈസ് കാവ ഇല്ല തന്നെ ഞാൻ പറഞ്ഞേ ബാത്റൂം ബാത്റൂം അത് VIP ലോ എല്ലാ പെണ്ണുങ്ങൾ എന്തെല്ലാം സാധനം വെക്കുന്ന ടേബിൾ ഇടാ ഇതെന്താ സംഭവം കേത്തല അതായി കുതിര എന്ന് പറയുന്ന കുട്ടികൾക്ക് അങ്ങനെ വിചാരിച്ച് ഇനി ഒരുമിച്ച് നിന്ന് നിങ്ങളെല്ലാം ഒരു തമ്മനയിലൊരു ഫോട്ടോ തീരെ വീഡിയോ ഇല്ലാത്ത റൂസ ഇല്ല നാച്ചി ഖത്തറിൻ്റെ യൂണിഫോമാണ് ഇത് പോലീസുകാരോ മിലിറ്ററീൻ്റെ എല്ലാം മിലിറ്ററി യൂണിഫോം ഇത് ഇവിടുത്തെ പോലീസ് ക്യാപ്റ്റൻ്റെ യൂണിഫോമാണ് ക്യാപ്റ്റൻ 5 സ്റ്റാറിലെ ക്യാപ്റ്റനായത് ഫ്ലാഗ് കൊണ്ടൊരു കുട്ടി കളിക്കുന്നതാണ് ഗൈസ് ഫോണിപ്പോൾ ചാർജ് ഇനി വരുന്നുണ്ട് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്നാണ് ചാർജിലിടാൻ മറന്നുപോയി ആണ് കുതിര ഗൈസ് കുട്ടികളെ കൊണ്ട് കുതിരകൾ ഒട്ടകവും എന്തെല്ലാം ഉള്ളതിൽ മാനും എല്ലാം ഉണ്ടല്ലോ അല്ല അവിടെ പോയി ക്യൂ നിന്നാൽ ഇങ്ങൾക്കും കാരം മാനുണ്ട് കുതിരയുണ്ട് എല്ലാം ഉണ്ടല്ലേ ഷാലു മീ മിസ് യു ബ്രോ എന്നാ പോ ഖത്തറിന്റെ കൊടി പാറുന്നതാ കൊടി ആ ഖത്തർ ഇൻഡിപെൻഡൻസ് ഡേന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഖത്തറിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു കുട്ടികൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനും കളിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളാണ് നെയ്യാനൊക്കെയുള്ള ചിത്രം വരക്കാനൊക്കെയുള്ള ക്ലോസ് ആയിപ്പോയി ജീവൻ സാത്തി രേ തേരാ അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു ഫീലാണ് ഗൈസ് അടിപൊളി വൈബ് ഇപ്പോൾ ചാർജ് ചെയ്തരും ഉണ്ടല്ലോ അടിപൊളി സ്ഥലം കുട്ടിയൊക്കെ കളിക്കായിരുന്നു പക്ഷേ ലേറ്റായിപ്പോയി ക്ലോസ് ആയി ഗൈസ് അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ ഉള്ളിൽ കുട്ടിയൊക്കെ നേരത്തെ കളിക്കായിരുന്നു ഉണ്ടാ സംഭവങ്ങളൊക്കെ ഇത് കുതിര റൈഡേഴ്സിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പും ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു ഒരു ഡമ്മി ഹൗസാണ് അതിൻ്റെ തൂവാലി എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഡമ്മി ആണെങ്കിൽ നല്ല മുഞ്ചുള്ള കുതിര കേട്ടോ
ഇതൊക്കെ ഇവിടെ പണ്ടത്തെ ഒരു സൂക്കിൻ്റെ പണ്ട് സീറ് കളിക്കുന്ന സംഭവം കേട്ടോ ഇത് ഈ വീഡിയോയിൽ കാണുന്ന സീറെന്നറിയാം. പിന്നെ അറബി കുട്ടികൾ എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നു. ഖത്തറിൻ്റെ ഫ്ലാഗ് ഉണ്ട്. ചിത്രം വരക്കാനുള്ള സംഭവമാണ് കുട്ടികൾക്ക് ഇരിക്കുന്ന മേശയാണ്. അതല്ല എന്താ പറയുക ബെഞ്ചാണ് എന്നാണ് ഇരിക്കുന്നത് എന്ന് അറിയത് സ്റ്റൂളാണ്. അതിൻ്റെ അടിയിൽ തന്നെ അതൊന്നും കളറിലുള്ള സ്റ്റോറേജും കൂടിയാന്ന് തോന്നുന്നു. ചിത്രം വരക്കുന്ന സംഭവം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. ശരി ക്ലോസ് ആണ് ഗൈസ്, ക്ലോസ് ആണ്. കുട്ടികൾ കത്തി അടിക്കുകയാണ് ഗൈസ്. നല്ല കത്തിയിലാണ്. ഒരു ഉപ്പ എന്തോ മോന് മേടിച്ചു കൊടുക്കുന്ന സീൻ. അറബി ഇരുന്നിട്ട് പോയി ഫോൺ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ കാണലുണ്ടാവില്ല നിങ്ങളെ. ഏടാ ആ ഓല മേഞ്ഞ പുല്ലെല്ലാം ഇട്ടിട്ട് ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നത്. ഒട്ടകത്തിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റാണ്. ഒട്ടകത്തിൻ്റെ മിൽക്ക് കുടിച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലാണ്. ഭയങ്കര എനർജി ആയിരിക്കും. നല്ല മുയിങ്ങി ഉണക്കുന്നുണ്ടല്ലോ. നാട്ടിൽ ആടിനെ ഉണക്കുന്ന പോലെ ഒട്ടകം പഞ്ചാര അടിക്കുകയാണ് ഗൈസ്. എന്നാ പുല്ല തിന്നുന്നേ അല്ല അപ്പി തന്നെ തിന്നുന്ന നിന്നാ ചിരിക്കുന്ന ഇത്. ഒട്ടകത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ് ഗൈസ്. ഒട്ടകം കടിക്കും, അതുകൊണ്ടാണ് അതിൻ്റെ വായി ലോക്ക് വെച്ചിരിക്കുന്നത്. കൊട്ട വെച്ച് ലോക്ക് വെച്ചിരിക്കുന്നത് ഗൈസ്. എല്ലാത്തിൻ്റെ ഇല്ലല്ലോ അത്. ജുപ്പ കുഞ്ഞോളാൻ്റെ മുഖം പോലെ തോന്നും ഒത്തന ഒട്ടകത്തിൻ്റെ മുഖം. ജുപ്പാനോട് എനിക്ക് എന്തോ സ്നേഹം. അതുകൊണ്ട് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജുപ്പാൻ അങ്ങനെ ഓർമ്മിച്ചു പോകൊണ്ടിരിക്കുക. ഇനി മുന്നോട്ട് തന്നെ മതില്ലേ. നല്ല അടിപൊളിയിൽ മുന്നേറുന്നുണ്ടല്ലോ. മിണ്ടാണെന്ന് എൻ്റെ ഫോണ് ചാർജ് തരും. പിന്നെ കാണൂല, ആൾക്കാരെ കാണൂലേ. കഴിഞ്ഞ ആരാശക്തി ജയിക്കട്ടെ. ഐസ് ജയിച്ചത് നെസ്മ തോറ്റി. കൈപ്പൊട്ടി ആ മതി, കൈപ്പൊട്ടി പോ. മത്സരം നോക്കാലോ. നോക്കട്ടെ വെറുതെ. ആ നോക്കട്ടെ. ആച്ചി ആച്ചി നോക്കി ആച്ചി നോക്കി. ഇപ്പൊ അപ്പീടും. ഷബീറിന്റെ ബർത്ത്ഡേ ആണ്. ഞാനിവിടെ പപ്പാ ജോണില് പിസ കഴിക്കാൻ വന്നതാണ്. പിസ പിസ നെക്സ്റ്റ് നമ്മള് രണ്ടാളു കാർഡ് തിരിക്കുക. ആരാ പൈസ കൊടുക്കുക നോക്കാം. കാർഡ് കൊടുത്തിട്ട് എന്റെ മുടിക്കൂത്തിയല്ലിട്ടേക്ക് വെറുതെ കാർഡ് എടുത്തിട്ട് മുന്നും തന്നെ ആളാല് മുൻകറിയ എന്നെയാ കൊടുക്കൂ. എനിക്കറിയല അവനെ കൈമുട്ടി പൊടി പാടിക്കാം. മുട്ടിപ്പാട്ട് 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 പാട് പാട്.
കുഞ്ഞില്ല ഒക്കെ എന്റെ മോള പഠിക്കോ മതി 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 ഇത് ഗായ്സ് ഇത് ഒരു കമ്പിയോട് കുടുങ്ങിയിട്ട് മുറിഞ്ഞതാണ്. ഇവര് പറയുന്നത് ഞരമ്പ് മുറിച്ചതാണ്. അത് മനസ്സിലാക്കുള്ള ബുദ്ധി കിട്ടിയിട്ടില്ല. ഞാൻ തീരാ ഇത് വണ്ടീന്റെ മുകളില് നമ്മളെ എന്നാ ഹാൻഡ് റെസ്റ്റാ സുന്ദരിയായ ഒരു ഭാര്യ ഞരമ്പ് മുറിക്കാൻ പോകുന്നത്. ഗായ്സ് പറയൂ. ഇത് എന്റെ കാർണോന്റെ മോനാണ്. ഇതെന്റെ പെങ്ങളാണ്. ചെറിയടുത്ത് 3ാം ക്ലാസ്സിൽ പഠിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചു. പുതിയ കണ്ടണ്ട പുതിയ കണ്ടിട്ട് നെഫ്സിക്ക് കേക്ക് കൊണ്ടു കൊടുക്കൂ. എനിക്ക് എത്ര 900 ആളെ കിട്ടിയ വണ്ടി എനിക്ക് ഇത് പ്രണയ. ഞാനൊരു ശ്രീകൃഷ്ണനായിരുന്നു, ഗ്ലാമർ ആയിരുന്നു. എന്ത് ചെയ്യാനാ ഇപ്പൊ നേരെ അല്ല രജില പെണ്ണിട്ട് വന്നല്ലോ. ഇപ്പൊ രജിലനോട് ഞാൻ വണ്ടിയിൽ പാറക്കിലേക്ക് പോകാം. വണ്ടിന്നാ ചോദിക്കുന്നത്. നെഫ്സിനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എനിക്കോനെ പെങ്ങളായിട്ട് ഭയങ്കര കരച്ചിലല്ലോ. അങ്ങനെ ഭയങ്കര കരച്ചിലല്ലോ. ഈ ആങ്ങളൊക്കെ ഉണ്ടായതാ ഈ 2 ഈ 1 കണ്ടല്ല കാര്യം പറഞ്ഞ എന്തേലും കരച്ചിൽ എന്റെ ആങ്ങളെ എനിക്ക് പെണ്ണെ നിങ്ങളായിട്ട് കാണാൻ പറ്റൂല. പിറക്കം വാങ്ങിട്ട് പുരയിലൊരു കേക്ക്, കുനിയിലൊരു കേക്ക്. എന്റെ മുളപ്പെണ്ണായിട്ടല്ലേ വരുന്നത്. കുനിയിലൊരു കേക്ക് എനിക്ക് കിട്ടിക്കൂടെ? ഞാനിങ്ങനെ ആലോചിച്ച് ഫുള്ള് ഉമ്മയും കുടുംബത്തിനല്ല ചില ഞാൻ എന്റെ ഉപ്പാക്ക് ഒരുപാട് സ്വത്തുണ്ട്. അത് പുറത്തായിക്കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ നെഫ്സിന് കൊടുക്കാതെ വിചാരിച്ചു. അങ്ങനെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളെ കൊണ്ട് കെട്ടിച്ച സ്വത്തല്ല ഇപ്പൊ എല്ലാ എനിക്ക് വയനാട്ടിലെ ഏക്കർ ഉണ്ട്. 200 ഏക്കറും പിന്നെ 101 രൂപയും. ആ 101 രൂപയാണ് മ്യൂസിയത്തിൽ കൊണ്ടാച്ചിരിക്കുന്നത്. വയനാട്ടിലെ സ്ഥലം വിറ്റ് അറിഞ്ഞറിയില്ല. ഞാൻ വായിക്കുമ്പോഴത്തേക്ക് വെച്ചതാണ്. അപ്പൊ ഇന്നെ കൊണ്ട് ശാലുനെ കെട്ടിച്ചാലോ? എന്താ അഭിപ്രായം? അത് പുറത്തു പോല 200 ഏക്കർ അങ്ങനെ വരണതാ ഇന്റെ ഉമ്മ. ശാലുനെ കൊണ്ടുവന്ന് ചോദിച്ചാ അടിക്കത് ബാക്കിയുണ്ടാവും. ശാലുവിനെ സ്കൂൾ കാണാത്തോണ്ട് ചോദിച്ചതാ. ഡാൻസ് ഒക്കെ ഉണ്ട് ശാലുവിന്. ശാലുവിന് ഡാൻസ് ഒക്കെ ഉണ്ട്. ശാലുവിന് ഡാൻസ് ഒക്കെ ഉണ്ട്. ശാലുവിന് നമുക്കൊരു നേരായി. ഇതാണ് പപ്പ ജോൺസ് ഡാൻസ്. പപ്പ ജോൺസിലാണ് ഉള്ളത്. കുഞ്ഞില്ല ഔക്കന്റെ മൂള നേരൂസ് പാടിയ. ഞാൻ അസ്ബിയും കണ്ട ഞാനൊരു ദിവസം ഹൈസ്കൂൾ ഞാനൊരു ദിവസം 4 പിസ്സ ഗൈസ്. പെരി പെരിയാ ഓക്കെ. വെയിറ്റ് പെപ്രോണി ചിക്കൻ റാൻസ് 2 ചിക്കൻ റാൻസ് ആൻഡ് ബാർബിക്യൂ. ഓക്കെ താങ്ക് യു ബ്രോ. പ്ലേറ്റ് പോലും പ്ലേറ്റ് ആണോ? ഓണാക്കില്ല. ഗൈസ് ആക്രാന്തത്തിന്റെ 1ാം നമ്പർ ഉസ്താദ് വരുന്നതിന്റെ മുന്നേ ആവേശം കാണിക്കുന്നു. ഓക്കെ
അടുത്ത ബ്ലോഗറാണ് ഗൈസ്. നാളെ നാച്ചിക്ക് ഇതേതാ മുഞ്ചത്തി ചോദിച്ചു കമന്റ് വരും. ഹലോ ഗൈസ്, പിസത്ത് നിന്ന് ഐസിൻ ആക്രാന്തം. ഹായ് ഗൈസ്. ഒരു ഈഗോ സ്റ്റീരിയപ്പങ്ങളുണ്ട് മക്കളെ. എല്ലാത്തിനും വീഡിയോ എല്ലാം എടുക്കുമ്പോൾ നിഗോ എന്താ പറയാ എല്ലാം ഡിനൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതാണ് ചിക്കൻ റാഞ്ച് അല്ലേ? ഇത് ചിക്കൻ റാഞ്ച് പിസ്സ. അല്ല, ഞാൻ 2 പിസയായിരുന്നു ഓർഡർ ചെയ്തത് ഗൈസ്. നമ്മൾ പറഞ്ഞു നോക്ക് ഫുള്ള് വിശക്കുന്ന നല്ല 4 വേണം. അങ്ങനെ 4 ഓർഡർ ചെയ്ത് 2 എക്സ്ട്രയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും. പറഞ്ഞ ഐസു പൊളിയാന്നല്ല ഐസു. ഇതെല്ലാം വീഡിയോ ഇട്ടിട്ട് അതേ പറഞ്ഞ ടേസ്റ്റ്. ബിരിയാണിയാ? ബിരിയാണിയാ? ഇങ്ങനെ ഡിപ്പ് ചെയ്തു. ഞാൻ ഇത് തന്നില്ല, ഞാൻ ഇത് വീഡിയോ എടുത്ത ഗൈസ്. നല്ല മാൽഡി ചീസി പിസ്സ. പറ. സഫാറ്റുള്ള പിസ്സ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അതും ചിക്കൻ ആയിട്ട്. ഓക്കെ, സ്പൈസി ചിക്കൻ ആണ്. റെക്കോർഡ്. എന്റെ ഫോൺ എന്താ സ്ലോ ആ? എന്റെ നാച്ചിങ് ഇത് തടിയാ അടിക്കുന്നു. ഒറ്റടിക്കല്ലോ. ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ഒന്ന് നല്ല അടിക്കും. ഇതുവരെ സൈലന്റ് ഉണ്ട് നാച്ചി. ക്യാമറന്റെ മുന്നിലൊന്നും നിൽക്കുന്നില്ല. ഫുഡ് കഴിഞ്ഞ ക്യാമറ ഓർമ്മയില്ല. ഇതാ ഒരു ചങ്ങായി ഇവിടെ ചോദിച്ചു. ടേസ്റ്റുണ്ടാ? മതിയാ? അങ്ങനെ പെപ്സി കൂടിയാണ് ഗൈസ്. എൻജോയ്. അസ്ബിയും നെജിലും ബീർ അടിക്കുന്നു ഗൈസ്. മതിയാക്കിയ സോസ് ഉണ്ട്. നല്ല വീട്ടിലെ സംഭവമാണ്. പിന്നെ വൈറ്റ് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ ഒന്നിന് 2 റിയാൽ എക്സ്ട്രാ കൊടുത്തതാണ്. ഇതുണ്ട്. ഇത് ഗീയാന്ന് തോന്നുന്നു. മിക്സ് ചെയ്യാ അടിക്കുക. സോറി. ടേസ്റ്റ് ഉണ്ടല്ല. എതിരെയായ 160 റിയാലല്ല. 160 റിയാലിന് അടിപൊളിയാക്കല്ല.